മാംഗല്യം. രചനാ അവതരണം നന്ദു അച്ചു കൃഷ്ണ. അവൻ എന്തിയെ കൊച്ചേ? അല്ല, ഇന്നിവന് ആഹാരമൊന്നും വേണ്ടയാവോ? മുറിയിലേക്ക് എത്തി നോക്കി മാഷ് ചോദിച്ചതും വെപ്രാളപ്പെട്ടുകൊണ്ട് മണിക്കുട്ടി തല ഉയർത്തി. അറിയില്ലച്ചാ. ആ മുഖത്ത് ശരിക്കും നോക്കാതെയാണ് മറുപടി കൊടുത്തത്. സാധാരണ 1 മണി കഴിഞ്ഞാൽ വയറ് വിശക്കുന്നു എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കുന്നവന് ഇന്നലെ 1 കഴിഞ്ഞിട്ടും അനക്കമില്ലേ? അദ്ദേഹം അവളെ ഒന്നുകൂടി നോക്കി. അച്ഛനൊരു കാര്യം ചെയ്യോ? അച്ഛൻ പോയി അച്ഛന് വിശക്കുന്നു, കഴിക്കാൻ വേഗം വാന്നു പറ. അപ്പൊ നന്ദേട്ടൻ വന്നോളൂ. അപ്പൊ നിനക്ക് വിശക്കുന്നില്ലേ? പെണ്ണിനെ നോക്കിയ മാഷിന്റെ പുരികം ഒന്ന് കൂർത്തു. അത് പിന്നെ നന്ദേട്ടന്റെ കൂടെ. അവള് അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കാതെ മുറിയിലേക്ക് ചരിഞ്ഞു നോക്കി. അച്ഛൻ വിളിച്ചിട്ടായാലും വരുവോന്നറിയാനായി. എവിടെ വാശിക്കുട്ടൻ വാശി കയറിയല്ലേ കിടക്കുന്നത്? പിറുപിറുത്തുകൊണ്ട് തല ഉയർത്തുമ്പോൾ കാണുന്നത് മാഷ് അവളെ സൂക്ഷിച്ചു നോക്കുന്നതാണ്. പെട്ടെന്ന് അവൾ മുഖം താഴ്ത്തി. അദ്ദേഹത്തെ നോക്കാതെ തന്നെ പാത്രങ്ങൾ ഓരോന്നും ടേബിളിലേക്ക് വെച്ചു. അച്ഛൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഒന്നുകൂടി വിളിച്ചു നോക്കിയേ. കണ്ണു മാത്രം ഉയർത്തി പെണ്ണ് പറഞ്ഞതും, ഞാൻ ഇപ്പൊ തന്നെ 2 തവണ വിളിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ടും വരുന്നുണ്ടോ നോക്കിയേ. സ്വന്തം തന്തയെ അനുസരണ ഇല്ലാത്തവനൊക്കെയാണ് അവിടെ പോയി ആ പീക്കിരി പിള്ളേരെ അനുസരണയും അച്ചടക്കവും പഠിപ്പിക്കുന്നത് എന്ന് ഓർക്കുമ്പോ ആണ്. മാഷ് പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് ഒന്നും കൂടി ആ മുറിയിലേക്ക് നോക്കി. ഇനിയിപ്പൊ കുഞ്ഞിനെ ഉറക്കുവാണോ? മാഷ് അത്രയും പറയുന്നു കേട്ട് ആത്മഗതം പോലെ ചോദിച്ചുകൊണ്ട് മണിക്കുട്ടി മുറിയിലേക്ക് നോക്കി. കുഞ്ഞൊക്കെ നേരത്തെ ഉറങ്ങിയതല്ലേ? ഇതിപ്പോ എനിക്ക് തോന്നുന്നു വേറെ എന്തിന്റെയൊക്കെ ഏന്തി പിടിച്ച് കിടക്കുകയാണെന്ന. ഞാൻ ശ്രീധരന്റെ വീട്ടിൽ പോയപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോ പിള്ളേരെ? മനസ്സിലുണ്ടായ സംശയം അതുപോലെ അവളോട് ചോദിച്ചതും അവൾ അത്രയും ദയനീയമായി ഇല്ലെന്ന് തലയാട്ടി. അത് കണ്ടതും മാഷ് പെണ്ണിനെ ഇത്തിരി കാര്യത്തോടെ നോക്കി. ഞാൻ വഴക്കുണ്ടാക്കിയില്ല അച്ഛാ. തന്നിലേക്കുള്ള നോട്ടം പിന്നെയും അങ്ങനെ ഉറച്ചു നിൽക്കുന്ന കണ്ടതും അവൾ മിഴികൾ താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. ഓ, അപ്പൊ അവനായിട്ട് വഴക്കുണ്ടാക്കിയെന്ന്. സത്യം പറ പിള്ളേരെ, നിന്റെ കെട്ടുവന്റെയും പ്രശ്നം എന്താ? ഒന്നുമില്ലേലും അവനൊരു സ്കൂൾ അധ്യാപകനും നീ ഒരു കോളേജ് സ്റ്റുഡന്റും അല്ലേ? അല്ലാതെ അംഗനവാടിയിൽ ഒത്തുപോകുന്ന മാങ്ങാണ്ടി പിള്ളേരൊന്നും അല്ലല്ലോ. മുട്ടത്തോട് തലയിൽ നിന്നും മാറാത്തത് കൊണ്ട് തൊട്ടു പിടിച്ചു അടിച്ചു എന്നൊക്കെ പറഞ്ഞിങ്ങനെ വഴക്കുണ്ടാക്കാൻ. ഇത്തിരി ദേഷ്യപ്പെട്ടാണ് മാഷത് ചോദിച്ചത്. കാരണം പരസ്പരം നോക്കിയിരിക്കുന്ന ഇരിപ്പിലാണ് താനും നന്ദേണ്ണനും കൂടി എന്തെങ്കിലും കാര്യത്തിന് തർക്കിച്ച് വഴക്കുണ്ടാക്കുന്നത്. മിക്കപ്പോഴും അച്ഛനായിരിക്കും മധ്യസ്ഥം പറയാൻ വരുന്നത്. അതിന്റെയാണ് ഇപ്പൊ കാണുന്ന ഈ ഒച്ചപ്പാട്. നേരത്തെ രണ്ടും കൂടി മിണ്ടാതിരുന്ന കാലത്ത് എന്തിനേലും ഒക്കെ വഴക്കുണ്ടാക്കുന്നത് മനസ്സിലാക്കായിരുന്നു. അത് കഴിഞ്ഞ് ചിരിക്കാനും സംസാരിക്കാനും തുടങ്ങിയപ്പോൾ ഞാൻ കരുതി ഇനി വഴക്ക് വേണ്ടല്ലോ എന്ന്. അപ്പുതാ മുന്നത്തെക്കാളും മേളം. രണ്ടിനെയും ഉണ്ടല്ലോ പുളിവാറിൽ വെട്ടി നല്ല അടി അടിക്കുകയാണ് വേണ്ടത്. കഴിച്ചെഴുന്നേറ്റുകൊണ്ട് അവളെ അകത്ത് കിടക്കുന്നവൻ കേൾക്കാൻ വേണ്ടിയും ഉച്ചത്തിൽ പറഞ്ഞു. മാഷ് കേറിപ്പോയി. അതെ, ഞാനൊന്ന് കിടക്കാൻ പോവാ. എഴുന്നേറ്റ് വരുമ്പോൾ കെട്ടിയോനും കെട്ടിയോളും കഴിച്ചില്ല എന്നെങ്ങാണം ഞാൻ കാണണം. ബാക്കി എന്താ വേണ്ടേന്നേ ഞാൻ അപ്പ പറയാം. മര്യാദയ്ക്ക് ആ ചെറുക്കനെ വിളിച്ച് വല്ലതും കഴിക്കാൻ നോക്കുവച്ചേ. അവൻ എഴുന്നേൽക്കുന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. സമാധാനവും ഭീഷണിയും സമാസമം കലക്കിയുള്ളൊരു ദേഷ്യപ്പെടൽ. മാഷച്ചൻ കിടക്കാൻ പോയതും പെണ്ണ് കസേര വലിച്ചിട്ട് അതിലേക്ക് പടച്ചിരുന്നു. ഈ നന്ദേണ്ണെ കൊണ്ട് ഞാൻ തോറ്റു. ഇതിപ്പോ മോളെക്കാളും വാശി അച്ഛനാണ്. ദേഷ്യത്തിൽ പറയുമ്പോഴും അവളുടെ മനസ്സ് രാവിലെ നടന്ന കാര്യങ്ങളിലായിരുന്നു. അതിങ്ങനെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നതും പെണ്ണിന്റെ മുഖം പിന്നെയും ചുവന്നു. എപ്പോഴൊക്കെയോ അതിര് കടന്ന ആഗ്രഹങ്ങൾ മനസ്സിലേക്ക് ഇരച്ചു കയറി വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഇങ്ങനെയൊന്നിപ്പോ ഓർത്തു നോക്കിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇന്ന് രാവിലെ ഇങ്ങനെയൊക്കെ. ലജ്ജ കൊണ്ട് അവളുടെ മുഖം ചുവന്നു. അത്രയും പ്രണയത്തോടെ നന്ദേട്ടൻ തന്നെ കെട്ടിപ്പിടിച്ച നിമിഷം, ആ ചുണ്ടുകൾ തന്നെ പുൽകിയ നേരം, ശരീരമാകെ ഇപ്പോഴും കുളിര് കോരുന്ന പോലെ തോന്നി അവൾക്ക്. ആ ഒരു നിമിഷം ഒരിക്കലും അവസാനിക്കരുത് എന്ന് ചിന്തിച്ചിരുന്ന നേരത്താണ് കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത്. അത്രയും നേരമുണ്ടായിരുന്ന സകല ചിന്തകളും അവൾക്ക് മുന്നിൽ നിമിഷങ്ങൾ കൊണ്ടാണ് വഴിമാറിയത്. നന്ദേട്ടനെ എങ്ങനെ തള്ളിമാറ്റിയെന്നോ എങ്ങനെ ഓടി കുഞ്ഞിന്റെ അടുത്ത് എത്തിയെന്നോ ഇപ്പോഴും ഓർമ്മയില്ല. ആരെയും കാണാതെ കട്ടിൽ നിന്ന് കരയുന്ന മോളെ അങ്ങനെ എടുത്ത് മടിയിലേക്ക് വെക്കുമ്പോൾ തനിക്ക് ചുറ്റും തന്റെ മോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കണ്ടുകൊണ്ടാണ് ഹരിയേട്ട മുറിയിലേക്ക് വരുന്നത്. ആളെ കണ്ടതും കുഞ്ഞ് തന്റെ മടിയിൽ നിന്ന് ഇറങ്ങിയില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഒരു ഇത്തിരി കഞ്ഞി കുടിപ്പിച്ച് ഒരുപാട് നേരം തോളിലെടുത്ത് നടന്നതിന് ശേഷമാണ് മോളൊന്നുറങ്ങിയത്. ആ നേരം വരെ നന്ദേട്ടനും മോളുടെ അച്ഛൻ മാത്രമായിരുന്നു. പക്ഷെ കുഞ്ഞുറങ്ങി എന്ന് കണ്ടതും ആള് പഴയ പോലെ ഓരോന്ന് ചോദിക്കാനും അരികിലേക്ക് പിടിച്ചിരുത്തി ചുംബിക്കാനും തുടങ്ങിയ നിമിഷം എന്തോ ഒരു തോന്നലിൽ നന്ദേട്ടനെ പിടിച്ച് പിന്നിലേക്ക് തള്ളിയതാണ്. തല പോയി തട്ടിയ ശബ്ദം കേട്ടാണ് താൻ പോലും അറിഞ്ഞത് പിടിച്ചു തള്ളിയതിന്റെ ശക്തി നല്ല കൂടുതലായിരുന്നു എന്ന്. അപ്പോഴേക്കും മുഖം വീർത്തില്ലേ. ഒന്നടുത്തിയെന്ന് തല തടവി കൊടുക്കാൻ പോലും സമ്മതിച്ചില്ല. അപ്പോഴേക്കും പിണങ്ങി. കുറെ സോറിയൊക്കെ പറഞ്ഞ് കരച്ചിൽ വരുമെന്ന് തോന്നിയ നിമിഷമാണ് തന്റെ മുഖത്തേക്കെങ്കിലും നന്ദേട്ടനൊന്ന് നോക്കുന്നത്. പക്ഷെ അപ്പോഴും
തന്നെ ഒന്നും പറയാൻ സമ്മതിക്കാതെ തന്നെ ആള് പിണങ്ങിപ്പോയി കട്ടിലിൽ കമന്നു കിടന്നു. അതിനുശേഷം എന്തൊക്കെ ചെയ്തിട്ടും ഒന്നിണങ്ങണ്ടേ? ഒരു നെടുവീർപ്പോടെ അവൾ ആ മുറിയുടെ വാതിലിലേക്ക് തന്നെ കണ്ണുനട്ട് ഉള്ളം കയ്യിൽ താടിയും താങ്ങിയിരുന്നു. ഇത്തിരി നേരം കഴിഞ്ഞിട്ടും ആളിനി വരുന്നില്ല എന്ന് തോന്നി അവൾ മെല്ലെ മുറിയിലേക്ക് നടന്നു. ഇനിയിപ്പൊ കരഞ്ഞ് കാലു പിടിച്ചാലും ആളെ വിളിച്ചുകൊണ്ട് വരാമെന്ന് ഉറപ്പിച്ച് അകത്തേക്ക് കയറാൻ തുടങ്ങിയ നിമിഷമാണ് മുന്നിലൊരു നിഴൽ വന്നു നിൽക്കുന്നതായി തോന്നിയത്. മിഴികളുയർത്തി നോക്കുമ്പോൾ കണ്ടു തന്നെയും ഒഴിഞ്ഞ് പുറത്തേക്ക് നടക്കുന്നവനെ. കടിച്ചു പിടിച്ചിരിക്കുന്ന ആ മുഖം കണ്ടാൽ തന്നെ അറിയാം ഒരല്പം പോലും പിണക്കം കുറഞ്ഞിട്ടില്ലെന്ന്. വല്ലാത്തൊരു സങ്കടത്തോടെ കൂടുതലൊന്നും ചോദിക്കാതെ അവന്റെ പിന്നാലെ തന്നെ ചെന്നു മണിക്കുട്ടി. ടേബിളിലേക്ക് അവനിരുന്നതും പാത്രം എടുത്തു വെച്ച് ചോറും കറികളും വിളമ്പിക്കൊടുത്തവൾ. പക്ഷെ ഒക്കെയും വിളമ്പി ഇത്തിരി നേരം കഴിഞ്ഞിട്ടും ആള് കഴിക്കുന്നില്ല എന്ന് കണ്ടുകൊണ്ടാണ് മണിക്കുട്ടി ഒരിക്കൽ കൂടി അവനെ നോക്കുന്നത്. ഇത്തിരി മുന്നേ പിണക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇപ്പോ ആ മുഖത്ത് ദേഷ്യം കൂടി ഉണ്ടെന്ന് കണ്ടതും പെണ്ണിന്റെ കണ്ണൊന്ന് ചുരുങ്ങി. മുന്നിൽ വിളമ്പി വെച്ചിരിക്കുന്ന ആഹാരത്തിലേക്ക് ഒരു നോട്ടം പോലും നോക്കാതെ എങ്ങോട്ടോ മിഴികൾ നാട്ടിയിരിക്കുന്നവനെ കാണെ കാര്യമറിയാതെ മണിക്കുട്ടി പിന്നെയും പരിഭ്രമിച്ചു. നന്ദേട്ട ചോറ് വിളമ്പി വെച്ചിരിക്കുന്നു, കഴിക്കുന്നില്ലേ? അവസാനം ഒരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് ചോദിച്ചതാണ്. എനിക്ക് കാഴ്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ല പറഞ്ഞുകൊണ്ട് മുഖം പിന്നെയും വെട്ടിച്ചു. അതിന്റെ അർത്ഥം വിളമ്പിയത് കണ്ടെന്ന്. എങ്കിൽ പിന്നെ കഴിച്ചുകൂടെ? സംശയം കൊണ്ട് അവളുടെ കണ്ണുകൾ ചുരുങ്ങി. ഒന്ന് രണ്ട് നിമിഷം പിന്നെയും കാത്തിട്ടും അവൻ കഴിക്കുന്നില്ലെന്ന് കണ്ടതും അവൾക്ക് നല്ലോണം ദേഷ്യം വരാൻ തുടങ്ങി. കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ ഇറങ്ങി വന്നത്, എന്നിട്ട് മുഖവും ഒരു കലം പോലെ വീർപ്പിച്ചു വെച്ച് ഇങ്ങനെ അങ്ങ് ഇരിക്കുക. ദേഷ്യത്തിൽ പിറുപിറുത്തുകൊണ്ട് അവന്റെ മുന്നിലിരുന്ന പാത്രം അവൾ അടുത്തേക്ക് നീക്കി. ആ ശബ്ദം കേട്ടതും ഇടം കണ്ണുകൊണ്ട് ഹരി അതും നോക്കി. ആ ചുണ്ടൊന്ന് വിരിഞ്ഞു. പക്ഷെ അവള് കാണും മുന്നേ തന്നെ അതങ്ങ് മറച്ചു. ഈ നേരം പകർന്നു വെച്ചിരിക്കുന്ന മാമ്പഴ പുളിശ്ശേരി ഒഴിച്ച് ഉരുളയാക്കി തന്റെ നേരെ അവൾ നീട്ടുന്ന കണ്ടതും അവൻ ചിറിയൊന്ന് കോട്ടിക്കൊണ്ട് ഇടതുവശത്തേക്ക് നോക്കി. അതോടെ കണ്ടതും മാണിക്കുട്ടി ദേഷ്യം പുകഞ്ഞങ്ങ് കത്തി. ദേ ചെക്ക, കുറെ നേരമായി കാണുന്നു ഞാൻ ഈ അഹങ്കാരം. പോട്ടെ പോട്ടെ എന്ന് വെക്കുമ്പോൾ തലേ കയറിയിരിക്കുന്നു. മര്യാദയ്ക്ക് ഞാൻ തരുന്നത് വാ തുറന്ന് കഴിച്ചണം, അല്ലെങ്കിലുണ്ടല്ലോ. കുഞ്ഞിപ്പെണ്ണിനോട് പറയും പോലെ രണ്ട് ചാട്ടം അവൾ ചാടിയതും അവൻ ഞെട്ടിപ്പോയി. ഈ നേരം വരെ നന്ദേട്ടാ നന്ദേട്ടാ എന്ന് പറഞ്ഞ് നടന്നവളാണ് ഇപ്പൊ എടാ ചെറുക്കാന്ന് വിളിക്കുന്നത്. ഇത്തിരി കടുപ്പത്തിൽ തന്നെ പെണ്ണിന് നേരെയുള്ള അവന്റെ ഒരു നോട്ടം ചെന്നു. സത്യം പറയാലോ, ആ നോട്ടം കണ്ട് ഒരുത്തിയുടെ മുട്ട് കൂട്ടിയിടിച്ചു. പക്ഷെ ഈ നേരം താൻ അല്പം ഒന്ന് അയഞ്ഞാൽ പോലും അവൻ കഴിക്കില്ല എന്ന് തോന്നിയതും കുഞ്ഞിപ്പെണ്ണിനോട് കാണിക്കുന്ന അതേ കാർക്കശ്യം അവൾ തിരിച്ചു കാട്ടി. ആഹാരം കഴിക്കാതിരിക്കുന്നത് അച്ഛനാണോ മോളാണോ എന്നൊന്നും എനിക്ക് വേർതിരിവില്ല. സത്യമായിട്ടും കഴിച്ചില്ല നല്ല കുഞ്ഞി ഈർക്കിൾ കൊണ്ട് ഞാൻ തല്ലും. അത് വേണോ വേണ്ടോ എന്ന് ആലോചിച്ചിട്ട് വേഗം വാ തുറക്കാൻ നോക്കിയേ. അവൾ അതേ ഭാവത്തോടെ പറഞ്ഞതും ഒരു നിമിഷം പോലും കാക്കാതെ അവൻ വേഗം വായി തുറന്നു. കാരണം പെണ്ണെടുക്കുന്ന ഈർക്കിലി കുഞ്ഞാണെങ്കിലും അതുകൊണ്ടൊന്ന് കിട്ടിയാൽ സ്വർഗം കാണും. മോള് കുരുത്തക്കേട് കാണിക്കുമ്പോൾ പേടിപ്പിക്കാൻ അവളത് എടുക്കാറുണ്ടെങ്കിലും തല്ലാറില്ല. പക്ഷെ തനിക്ക് ആ ഒരു ഇളവൊന്നും കാണില്ല. തല്ലുമെന്ന് പറഞ്ഞാൽ അവൾ രണ്ടെണ്ണം അധികം ചേർത്തങ്ങ് തന്നിരിക്കും. അവനൊരു നിശ്വാസത്തോടെ ഓർത്തു. അതേസമയം താൻ കണ്ണുരുട്ടി കാണിച്ചതിൽ പേടിപ്പിച്ചോ കുഞ്ഞു ചെറുക്കന്റെ കുറുമ്പുമായി പിണങ്ങിയിരിക്കുന്നതിന്റെ മുഖം അവൾ നന്നായി ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആഹാരം കഴിച്ചു തീരുവരെ അവൾ അവനെ ഓരോന്ന് പറഞ്ഞ് ഇടയ്ക്കിടെ ഇങ്ങനെ ചാടിക്കുന്നുണ്ടായിരുന്നു. അവസാനം ഒക്കെ തീർന്നതും പെണ്ണ് പ്ലേറ്റുമായി എഴുന്നേറ്റു. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അതിനയക്കണ്ട വാശി മുഴുവൻ. ഒരിക്കൽ കൂടി അവനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് പോയതും കൈവെള്ളയിൽ താടിയും കുത്തി അവനവൾ പോയ ഭാഗത്തേക്ക് നോക്കി പുഞ്ചിരിയോടെ ഇരുന്നു. ഇത്രമേ എനിക്കും വേണ്ടിയിരുന്നുള്ളൂ ഭാര്യയെ. കുഞ്ഞൊരു തലയാട്ടലിൽ കുറുമ്പൊളിപ്പിച്ചു വെച്ചവൻ വായ കഴുകി വരുമ്പോഴേക്കും ഒരുത്തി അകത്തുനിന്ന് വരുന്ന കണ്ടു. പക്ഷെ പെണ്ണിന്റെ കയ്യിൽ ആഹാരമില്ലെന്ന് കണ്ടതും ആ കണ്ണൊന്ന് കൂർത്തു. പെണ്ണ് ടേബിളിലേക്ക് വന്ന് ഗ്ലാസ്സിൽ വെള്ളമൊഴിച്ച് കുടിക്കാൻ പോയതും അവൻ അവളെ കസേരയിലേക്ക് പിടിച്ചിരുത്തി. പെട്ടെന്നുള്ള അവന്റെ ആ ഇരുത്തം അവളെ ഭയപ്പെടുത്തി. എന്താ നന്ദേട്ടാ? മറുപടി പറയാതെ അവൻ ആ പെണ്ണിനെ ഒന്ന് ദഹിപ്പിച്ചു നോക്കി. പിന്നെ ആ നോട്ടം മാറ്റിക്കൊണ്ട് മുന്നിലേക്കൊരു പ്ലേറ്റും അതിലേക്ക് ആഹാരം വിളമ്പെന്ന് കണ്ടപ്പോൾ മനസ്സിലായി താൻ കഴിക്കാത്തതിന്റെ കലിപ്പാണ് കാണിക്കുന്നതെന്ന്. സത്യം പറഞ്ഞാൽ അവൻ പിണങ്ങിയിരിക്കുന്നതിന്റെ സങ്കടത്തിൽ വിശപ്പൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ വാശി പിടിച്ച് പിണങ്ങിയിരിക്കുകയാണെങ്കിലും അവൻ കാണിക്കുന്ന ഈ കരുതൽ ഉള്ളം നിറയ്ക്കുന്നുണ്ട്. അത് കണ്ണിൽ നനവായി പടരാൻ തുടങ്ങുന്നു കണ്ടതും അവൾ വേഗം മുഖം താഴ്ത്തി. നോക്കം വിളമ്പുന്നതിലായിരുന്നെങ്കിലും ഇടയ്ക്ക് അവളെ നോക്കിയവനും കണ്ടിരുന്നു ആ കണ്ണുകളിലെ നനവ്. മനസ്സൊന്ന് പതറി. തന്റെ പിണക്കമാണോ അവളുടെ കണ്ണു നനച്ചത് എന്നുള്ള വെപ്രാളത്തിൽ എന്തോ ചോദിക്കാൻ വരുമ്പോൾ കണ്ടു താൻ വിളമ്പിക്കൊടുത്ത ആഹാരത്തിലേക്ക് പുഞ്ചിരിയോടെ കൈയിടുന്നവളെ. അത് കണ്ടതും ഇത്തിരി മുന്നേ ആളിക്കത്തിയ നെഞ്ചിലെ നീറ്റലിൽ കുഞ്ഞൊരു മഴ പെയ്ത സുഖം തോന്നി. പെണ്ണ് കഴിച്ചു തീരും വരെ ഒന്നും മിണ്ടിയില്ലെങ്കിലും അവൻ അവൾക്കൊപ്പം ഇരുന്നു. ഇടയ്ക്കിടെ അവളുടെ പാത്രത്തിൽ തീരുന്നത് വിളമ്പി നിറയ്ക്കുമ്പോഴും ഇടയ്ക്ക് പെണ്ണ് എരിവ് വലിക്കുമ്പോൾ ഗ്ലാസ് ചുണ്ടിലേക്ക് മുട്ടിക്കൊടിച്ചു കൊടുത്തുമൊക്കെ അവനവന്റെ പിണക്കം നല്ലോണം കാണിച്ചു.
ഇത്തിരി നേരം എടുത്താണ് മണിക്കുട്ടി കഴിച്ചു തീർന്നത്. ഒരുപക്ഷെ അടുത്തിരിക്കുന്നവന്റെ സാമീപ്യം അത്രയും ആഗ്രഹിച്ചതുകൊണ്ടാവും പെണ്ണ് മനഃപൂർവ്വം താമസിച്ചു പോയത്. അതേസമയം പെണ്ണ് സമാധാനത്തോടെ കഴിച്ചു കഴിഞ്ഞു എന്ന് കണ്ടതും അവൻ വേഗം മുറിയിലേക്ക് പോയി. കുറച്ചുനേരം പിണങ്ങിയിരിക്കാൻ പോലും അറിയാത്തൊരു ചെറുക്കൻ. അത് പറയുമ്പോൾ അവളുടെ ഹൃദയം അവനോടുള്ള സ്നേഹം കൊണ്ട് തുളുമ്പി. ഇതേ സമയം താൻ ആഗ്രഹിച്ച പോലെ പെണ്ണ് വാരി തന്നെങ്കിലും അവളോടുള്ള പിണക്കം മാറാതെ ഒരുവൻ കമിഴ്ന്ന് കട്ടിലിൽ കിടപ്പുണ്ടായിരുന്നു. കുഞ്ഞിപ്പെണ്ണിപ്പോഴും നല്ല ഉറക്കമാണ്. കഫ് സിറപ്പും മെഡിസിനും ഒക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഉറക്കം. പക്ഷേ ആകെ ഒരു സമാധാനം ഇച്ചിരിയാണെങ്കിലും അവളുടെ വയറ്റിൽ ആഹാരം ചെന്നു എന്നുള്ളതാണ്. പണ്ടൊക്കെ പനി വരുമ്പോൾ വാശി കാട്ടി ഒരു വഹ കഴിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോ അവൾ ഉള്ളതുകൊണ്ട് എങ്ങനെയാണെന്നറിയില്ല, എന്തെങ്കിലുമൊക്കെ എപ്പോഴും കഴിക്കുന്നത് കാണാം. സത്യം പറഞ്ഞാൽ തന്റെ ജീവിതത്തിലെ സന്തോഷത്തിന്റെ താക്കോൽ അവളാണ്. പെണ്ണിനെ പറ്റി ഓർക്കെ അവൻ അത്രയും സ്നേഹം തോന്നി അവളോട്. പെട്ടെന്ന് തന്നെ കുറച്ചു മുന്നേ അത്രയും ആഗ്രഹിച്ച് അവൾക്കടുത്തേക്ക് ചെന്നപ്പോൾ പെണ്ണ് തള്ളി മാറ്റിയതിന്റെ പിണക്കവും കേറി വന്നു. തല നല്ലോണം പിടിച്ച് വേദനിച്ചായിരുന്നു. ആ വേദന വീണ്ടും അറിയുന്ന പോലെ അവന്റെ മുഖം കേറി വീർത്തു. ഇത്തിരി കഴിഞ്ഞതും മുറിയിൽ ഒരു കാൽപാദത്തിന്റെ ശബ്ദം അറിഞ്ഞു. ഇത്രയും നേരം വഴക്ക് പറഞ്ഞ് തന്നെ പേടിപ്പിച്ചുകൊണ്ടിരുന്നവളുടെ ഭാഗത്തു നിന്ന് ഇനിയൊരു സോറി പോലും പ്രതീക്ഷിക്കേണ്ട എന്ന് കരുതി വീണ്ടും മുഖം വീർപ്പിക്കാൻ പോയവന്റെ സകല ധാരണയും തെറ്റിച്ചുകൊണ്ട് പെണ്ണൊരുത്തി അവൻ അരികിലായി കയറിക്കിടന്ന് ഇടം കൈയിലേക്ക് തന്റെ ശരീരം അല്പം കയറ്റിവെച്ച് ആ കാതിൻ തുമ്പിൽ മെല്ലെ ഒന്ന് കടിച്ചുകൊണ്ട് അത്രയും ആർദ്രമായി ചൊല്ലി, സോറി നന്ദേട്ടാ, അറിഞ്ഞോണ്ടല്ലെന്നറിയാലോ, പിന്നെന്തിനാ ഇങ്ങനെ, പിണങ്ങല്ലേ. അപ്പോൾ അടുത്ത ഭാഗവുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാമേ. കഥ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. നന്ദി.